വാ കേക്ക് കേക്ക് എന്നാ വല്ല കേക്ക് വാ ഏറ്റു വാ. എന്നത് വരാനേ സമയം പോണു വാ. അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? വല്ലവർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ? എലിക്കുട്ടിയമ്മയ്ക്ക് തരാനുള്ള എലിക്കുട്ടിയമ്മയ്ക്ക് തന്നെ തരണ്ടേ? എലിക്കുട്ടിയമ്മയ്ക്ക് തരാനുള്ള എലിക്കുട്ടിയമ്മയ്ക്ക് തന്നെ തരണം. വല്ലവർക്കും കൊടുക്കാൻ പറ്റുമോ? വല്ലവർക്കും കൊടുത്തിട്ട് കാര്യമുണ്ടോ? എലിക്കുട്ടിയമ്മയ്ക്ക് തരാനുള്ളതേ എലിക്കുട്ടിയമ്മയ്ക്ക് തന്നെ തരണം എന്നാ പറഞ്ഞേ. വാ ഏക്ക് എന്നാ ഇരുവാ വേണ്ടാന്നല്ല പല്ല് തേച്ചാൽ മതി. അവരിതിന് പല്ല് തേക്കിയില്ല. അവരൊക്കെ പേസ്റ്റിനാ പല്ല് തേക്കണേ, ബ്രഷ് ഇട്ടാ. കാരണവന്മാരാ കാരണവത്തിക്കാ തരുന്നേ. അവരൊക്കെ പല്ല് തേക്കുന്നത് ഇതിനാ, പേസ്റ്റ് ഇട്ടാ പല്ല് തേക്കണേ, ബ്രഷിനാ. എലിക്കുട്ടിയമ്മ ബ്രഷിന് തേക്കിയല്ലോ. എലിക്കുട്ടിയമ്മ പൊടി ഇട്ടില്ല പണ്ട് മുതലേ, ഉമ്മക്കരിയും പൊടി ഇരുവാ. വാ എന്നാ നീ പല്ല് തേക്കാനാ? പൽപ്പൊടിയാ. കിടക്കാറൊന്നും ആയില്ല. വാ നേരം വെളുത്ത് നമ്മൾ ഏറ്റവും കാപ്പി കുടിക്കണ്ടായി. നേരം വെളുത്ത് കാപ്പി കുടിക്കണ സമയമാണ്. ഏക്ക് കാപ്പി കുടിക്കണ്ടേ? കാപ്പി കുടിക്കണം. വാ ഏക്ക് വാ വരാനേ. എലിക്കുട്ടിയമ്മ വരാതെ പറ്റിയല്ല. എലിക്കുട്ടിയമ്മ വരാതെ പറ്റിയല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റിയല്ല. ഇന്നൊരു വിശേഷ ദിവസമാണ്. വാ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. വാ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഏറ്റ് വാ. ഉള്ള ദിവസാ. വാ ഏറ്റ് വാ. ഏറ്റ് വാ. ഉണ്ട് വാ പറയാം. വാ ഏക്ക് എണീക്ക് വാ. പൊടിയാ പല്ല് തേക്കാനുള്ള. അത് പല്ല് തേക്കാനുള്ള പൊടിയാ. നീ പല്ല് തേച്ച് കഴിഞ്ഞൊരു പരിപാടി ഉണ്ട്. വാ ഏറ്റ് വാ. കഴിക്കാനൊന്നുമില്ല. കഴിക്കാനും കുടിക്കാറൊന്നും അല്ല. വാ ഇത് ഏക്ക് തേച്ചാലേ കുടിക്കാൻ പറ്റുള്ളൂ. വേണമെന്നേ. വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയല്ല. ഇന്നൊരു പ്രത്യേക ദിവസാ. വാ. ഏത് പല്ല് തേക്കണ ഇഷ്ടമില്ലേ? അയ്യേ പല്ല് തേക്കണ ഇഷ്ടമില്ലെന്നാണോ പറഞ്ഞേ? പല്ല് തേക്കണ ഇഷ്ടമില്ലേ? പല്ല് തേക്കുന്നത് ഇഷ്ടമില്ലേ? പല്ല് തേക്കുന്നത് ഇഷ്ടമില്ലേന്ന് പറഞ്ഞു തേക്കാനേ. വാ പല്ല് പിന്നെ ഇത് എന്നാ നേരം വേണം? 2 മിനിറ്റ് പോരെ? 2 മിനിറ്റ് പോരെ? കാപ്പി അവിടെ റെഡി ആവുന്നു. നമുക്കൊരു വിശേഷമുള്ള ദിവസം. പോരെ? പെട്ടെന്ന് തേച്ചിട്ട് പോര്. എലിക്കുട്ടിയമ്മ അവിടെ ആരാ കിടക്കണേ? അവിടെ ആരാ സാധാരണ കിടക്കണേ? ആരാ അവിടെ സാധാരണ കിടക്കണേ? ആരാ അറിയത്തില്ലേ? കിടക്കാനുള്ള സമയമല്ലേ ഇപ്പം. നേരം വെളുത്ത് രാവിലെ കാപ്പി കുടിക്കുന്ന സമയമാണ്. പല്ല് തേക്ക് കേട്ടോ. അമ്മയുണ്ട്. അമ്മ അടുക്കള കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലേ? കാപ്പി ഉണ്ടാക്കുമോ? കാപ്പി രാവിലെ കഴിക്കണ്ടേ? അതിനല്ലേ എലിക്കുട്ടിയമ്മയ്ക്ക് പൽപ്പൊടി കൊണ്ട് തന്നെ പല്ല് തേക്കാൻ പറഞ്ഞു. ഹായ് പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ ഔട്ടിങ്ങിന് പോവുകയാണ്. ചെറിയൊരു കാര്യമുണ്ട്. ഒരു ചെറിയ പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് പോവുകയാണ്. ഒരു കാര്യമല്ല, 2 കാര്യമുണ്ട്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. പോണ വഴിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. അതിൻ്റെ ബാക്കി തിരിച്ചു വന്നു കഴിഞ്ഞുള്ള ഭാഗങ്ങളും കാണിക്കാം. തിരിച്ചു വന്ന് എന്തിനാ വേണ്ടിയാണ് പോയിരിക്കണമെന്നുള്ളത് അവിടെ വെച്ച് പറയേണ്ട വരുമല്ലേ? അത് സസ്പെൻസ് ആയിട്ട് വെക്കണം. നമ്മൾ പോകുമ്പോൾ അതിൽ പർച്ചേസ് ചെയ്തിട്ട് പോരാ. നാളെ പറയാം. എന്നാ ശരി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഒരു വെയിലുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ വൈകുന്നേരമാണ് സമയം. പകലല്ല കേട്ടോ, വൈകുന്നേരം 5 മണി ആറായി. ഈ സമയം തിരക്കൊക്കെ കുറയില്ല എന്ന് പറഞ്ഞതാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ. എന്നാൽ ഓക്കെ, പോയിട്ട് വരാം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്. പണ്ട് ഇവിടെ വന്ന സ്ഥലമാണ്. നിങ്ങളെ പണ്ടൊന്ന് കാണിച്ചതാണ്. പാലാ ട്രെൻഡ്സ്. 41 കാട്ടില്ല. 40, 42. അത് കുഴപ്പമില്ല. ആവശ്യമുണ്ട്.
കേക്ക് മേടിച്ചു. ബായ് വാ എണീറ്റ് വാ എലിക്കുട്ടമ്മ എണീറ്റ് വാ എലിക്കുട്ടമ്മ എണീറ്റ് വാ എണീറ്റ് വാ ഒരു കാര്യമുണ്ട് എണീറ്റ് വാ രഹസ്യവാ രാത്രിയോ രാത്രിയൊന്നുമല്ല പകല പകല ആ ഒരു രഹസ്യമുണ്ട് വാ വാ എന്നിട്ട് വാ എന്നാണല്ലോ എലിക്കുട്ടമ്മ ഇപ്പം വിളിച്ചപ്പോഴേ ചാടിയിട്ട് വരുന്നുണ്ട് ആ ഇങ്ങോട്ടുള്ളവരാ എലിക്കുട്ടം നേരത്തെ ചെരുപ്പൊക്കെ ഇടാൻ മറന്നതുകൊണ്ട് ഇപ്പം അതൊക്കെ ഉദ്ദേശിച്ചിട്ട് ഇടിച്ചുകൊണ്ടെങ്കിൽ കയറി ഇരിക്കേ ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങിയിരി എന്താ ഒരു വിശേഷമുണ്ട് വാ. ദേ ഇത് കണ്ടോ ഇത് കണ്ടോ ഉപയോഗിക്കാൻ പോവാ ഇപ്പൊ ഉപയോഗിക്കും എലിക്കുട്ടിയമ്മേ ഇപ്പൊ ഉപയോഗിക്കും കേട്ടോ. ദേ കണ്ടോ ഇതെന്നാ ഇംഗ്ലീഷിൽ എഴുതി വെച്ചേ. ഓ ഇംഗ്ലീഷൊക്കെ കണ്ടോ അറിയാല്ലേ? അതിന് മറവിയില്ലല്ലേ? എലിക്കുട്ടമ്മക്ക് ഇംഗ്ലീഷ് കണ്ടാൻ അറിയാമല്ലേ? മക്കളെ അറിയത്തില്ല ഇംഗ്ലീഷ് അറിയാല്ലേ? ഇംഗ്ലീഷ് കണ്ടിട്ട് അറിയാല്ലേ? മക്കളെ അറിയത്തില്ല, ജോമോനെ അറിയത്തില്ല. ആ എന്നിട്ട് എന്ത് എവിടെയെങ്കിലും ഉണ്ടോ? ജോമോൻ ഇവിടെ എങ്ങാനും ഉണ്ടോ? ജോമോൻ ഇവിടെ ഉണ്ടോന്ന് ഉണ്ടോ പറ. എലിക്കുട്ടിയമ്മ പറ. എലിക്കുട്ടിയമ്മക്ക് അറിയാന്നല്ല പറഞ്ഞു. ഇംഗ്ലീഷ് അറിയാം. ആ കേട്ടോ ഇതാ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, അയൽവക്കംകാരെ അറിയാം, അയൽവക്കംകാരുടെ പ്ലാവേല ചക്ക അറിയാം, വീടറിയാം. അപ്പൊ ഇതാരാ ഇതേതാ കണ്ടോ? ഇതാരും പറഞ്ഞ എലിക്കുട്ടിയമ്മക്ക് മക്കളെ അറിയത്തില്ലെന്ന്. ലോകത്തിലുള്ളവരെല്ലാരും അറിയാൻ പറ്റും. അപ്പൊ ഇത് മകനല്ല. ഇത് മകനല്ല അല്ലേ? മകനല്ല, എന്ത്യാനിക്കാരൻ അയൽവക്കംകാരനായിരിക്കും അല്ലേ? ആണോ എലിക്കുട്ടിയമ്മ? അയൽവക്കംകാരനാണോ? ആയിരിക്കും. ആ കണ്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യത്തേക്കുള്ളൂ ഒരാളെ കാണാൻ പറ്റിയല്ല പിറ്റത്തുള്ളവരെ. ആണോ? എന്നാലും പെഞ്ചകരിയാ. ഇതോ ഇതേതാ? കൊച്ചു ഞങ്ങളുടെ കൊച്ചു. ഞാൻ അമ്മയുടെ കൊച്ചാണോ? ഏത് എന്നതല്ല പിന്നെ പൊതുവെ കൊച്ചോ? അമ്മയുടെതൊന്നുമില്ല, പൊതുവെ ഉള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? അതൊന്നും അല്ല, ഇതെന്റെ കൊച്ചാ. മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുമല്ല അല്ലേ? അമ്മ മക്കളെ വളർത്തി കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്കൊക്കെ പപ്പായും പപ്പയൊക്കെ ഉണ്ട്. എന്നാലും അമ്മയെ കൂടിയിട്ടുണ്ട്. ഞാൻ കൂടും. ആ കൂടും. അതിന്റെ കൂടായിരിക്കും. ആ ഇതെന്റെ കൊച്ചാ. എന്റെ കൊച്ചു എലിക്കുട്ടിയുടെ കൊച്ചും. ആണോ? ആണോ? ആ അപ്പന്റെ പേരെന്നാന്ന് ചോദിക്കും. കൊച്ചിന്റെ അപ്പന്റെ പേരെന്നാന്ന് ചോദിച്ചേ. അപ്പൊ അമ്മ അറിയും. എന്നാ അപ്പായിക്ക് എന്നാ അങ്ങനെയാണോ? ആ അമ്മയ്ക്ക് ജോമോനുമായിട്ട് എന്തെങ്കിലും അറിവുണ്ടോ? ജോമോനെ അറിയാവോ? അതാണോ മാനു? ആ പേരാണോ? മാനല്ല, മാന്റെ പേരല്ല, അപ്പന്റെ പേരാ. മാന്റെ അപ്പന്റെ പേര്. ആ കൊച്ചിന്റെ പേരെട്ടാ വിവാനെ അറിയാവോ? വിവാനാണിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വിവാന്മാരെപ്പോൾ ധാരാളം ഒരു വീട്ടിൽ എത്ര എണ്ണമൊക്കെ ഉണ്ടെന്നറിയാമോ? പണ്ടത്തെ പോലെ ഒന്നും അല്ല. നല്ല നിഷ്ഠയായ ടൈപ്പ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടു. എന്നെ വിശേഷം അറിയാവോ? വിശേഷം എന്തെല്ലാം ഉണ്ട്. ഇന്നത്തെ വിശേഷം അവരെ മറ്റു എല്ലാം ചോദിക്കണം. അമ്മ ചോദിച്ചേ എന്നാ വിശേഷം? ഞാനെന്നാ ചോദിച്ചു? ഒന്നായി കൊച്ചിനോടൊന്ന് ചോദിച്ചേ. നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഞങ്ങൾക്കറിയാം. അമ്മ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയോണ്ട കാര്യം. കൊച്ചു ഞാൻ വേറെയല്ലേ. അമ്മ വേറെയാണോ? അകലെയല്ലേ? അകലെയോ? ഇവിടെ നിന്നിട്ട് അകലെയാന്ന് പറയുന്നത്. തൊട്ടു അതുകൊണ്ടല്ല കാര്യം. അകലെയാന്ന് നിങ്ങളൊക്കെ പറഞ്ഞു. ഇത്ര തൊട്ടടുത്ത് നിന്നിട്ട് അകലെയാന്ന് പറയുമോ? പറയാ എലിക്കുട്ടിയമ്മേ. എലിക്കുട്ടിയമ്മേ ഇന്ന് എന്നാ വിശേഷം ചോദിച്ചു. ഈ കൊച്ചിനോട് ചോദിച്ചു എന്നാ വിശേഷം. അവൻ പോയിട്ടൊന്നും വന്നതല്ല, അവൻ വിശേഷം ഉണ്ടെന്ന്. എന്നാ വിശേഷം ചോദിച്ചേ. പോയതല്ല,
പിന്നെ വിശേഷം പിന്നെ ഇങ്ങനെ വിശേഷം അറിയില്ലേ? അവനോട് ചോദിക്കും. അല്ല പോയാലല്ലേ വിശേഷം അറിയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും പോയാലല്ലേ ഉള്ളൂ. തോറ്റു കേട്ടോ. എവിടെയെങ്കിലും പോയാലല്ലേ വിശേഷമുള്ളൂ. അല്ലേ അല്ലേ? അതാണ് എലിക്കുട്ടിയമ്മ പറഞ്ഞത്. എന്നാ കാര്യം? എന്നാ കാര്യത്തിന് പറ. അതാ വിശേഷം അറിഞ്ഞിട്ട് എന്നാ കാര്യം? വിശേഷം ഉണ്ടെന്നേ. ഇവന്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന്. വിശേഷം അറിയാൻ മാത്രമുള്ള ഇവന്റെ ബർത്ത്ഡേ ഇവന്റെ ബർത്ത്ഡേ അതിനല്ല അത് നമ്മൾ ആഘോഷിക്കാൻ പോ. കേക്ക് മുറിച്ച്. അതിന് എലിക്കുട്ടിയമ്മേനെ വിളിച്ചത്. അതിനല്ലാതെ അതിനാണെന്നേ. നടത്തിയാ പോരെ. അത് എലിക്കുട്ടിയമ്മ ഒന്ന് കേക്ക് മുറിക്ക്. ഞാനല്ല ആ മുറിക്കേണ്ടത്. പിന്നെ ആരാ? അവന്റെ പെങ്ങന്മാരാകൂല്ലേ? പെങ്ങളുണ്ട്. ആ ഒരു വഴി പെങ്ങളാണോ അവന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കേണ്ടത്? പെങ്ങളൊപ്പം കൊടുത്താൽ മതി. പെങ്ങൾ വന്നിട്ട് മുറിച്ചാ മതിയോ? അല്ലെ അമ്മയെ കൊണ്ട് വിട്ടു, വെല്ലിമ്മയെ കൊണ്ട്. ആ മുറിപ്പിക്കാം. അതിനാ കൊണ്ടുവന്നത്. വാ വാ ഇങ്ങോട്ട് വാ. ആഹാ ആഹാ അപ്പം തന്നെ പറഞ്ഞു വെല്ലിമ്മേനെ കൊണ്ട് മുറിപ്പിക്കാം. വാ. കൊച്ചു ചെയ്യാനുള്ള കൊച്ചും അമ്മയും കൂടെ ചെയ്യുന്നു. വെല്ലിമ്മേനെ കൊണ്ട് മുറിപ്പിക്കണം എന്നല്ലേ പറഞ്ഞേ? ആരാ പറഞ്ഞു? അമ്മ പറഞ്ഞു. എലിക്കുട്ടിയമ്മ ഇപ്പം പറഞ്ഞായിരുന്നു. എല്ലാരും കേട്ടതാ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. തിന്നോ വായി വെച്ച വായി വെച്ച. Happy birthday to you. Happy ഇതൊക്കെ തിരി ഈ കൈ തിന്ന്. birthday നല്ലതാണോ? മധുരം ഉണ്ടോ? to you. അയ്യോ പുളി പുളിയുണ്ടോ? അന്നേരം പറഞ്ഞാൽ മധുരം ഉള്ളത് Happy birthday to you. അത് കൂടെ തിന്നു. അത് തിന്നെ തിന്നെ. വേണ്ട ഇല്ല ഇല്ല തിന്നണം. ഇങ്ങനെ വേണ്ട വേണ്ടെന്ന് പറയരുത് കേട്ടോ. വേണ്ട ഞാനൊരു പാത്രം വെക്കുന്നു. വേണ്ട വരുന്നു. വേണ്ടടാ. കളിപ്പിക്കണേയാണ്. കളിപ്പിക്കണ എലിക്കുട്ടിയമ്മ ഞങ്ങളെ കളിപ്പിക്കും. എലിക്കുട്ടിയമ്മയല്ലേ ഞങ്ങളെ എലിക്കുട്ടിയമ്മയുടെ ഒരു കേസ് എടുത്ത് അവനെ വായിലിട്ട് കുടിച്ചേ. ഇത് വായി വെച്ച് കൊടുക്ക്. ഇത് അവന്റെ വായി വെച്ച് വിവാന്റെ വായി വെച്ച് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ ഉണ്ടോ കറക്റ്റായിട്ട് വെച്ചല്ലോ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു വെച്ചോളൂ. പപ്പായിക്ക് കൊടുക്കാൻ. ഓ പപ്പ എന്തിയേ? എനിക്കറിയത്തില്ലല്ലോ. എന്നാ പപ്പ ഇപ്പം വരും കേട്ടോ. ഞാൻ കണ്ടില്ല. ആ ഞാൻ പണ്ട നിനക്ക് ഞാൻ ആദ്യം തരേണ്ടത്. കൊച്ചിന്റെ നീ പപ്പ പോയി വെച്ചു കൊടുക്ക. പപ്പ വരുന്നുണ്ടമ്മേ. പപ്പ കൊച്ചിന്റെ പപ്പ വരുന്നുണ്ട്. പപ്പ മമ്മിയും കൂടെ കൊടുക്കാം. വാ കേക്ക് കൊടുക്കാനേ. കേക്ക് കൊടുക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. വിവാൻ എത്ര വയസ്സായമേ? വിവാൻ എത്ര വയസ്സായിന്ന് അറിയാവോ? അറിയത്തില്ല. എത്ര വയസ്സായടാ? 19 വയസ്സായിരുന്നു. കേട്ടോ എലിക്കുട്ടിയമ്മ? മുട്ടുമഴയായിരുന്നു. അയ്യോ ഇതായില്ലേ? ഇവിടെ ഇവിടെ ഇരി. ഇനി വേണ്ട വന. അത്ര നീ പകുതി കൊടുക്കണം. നിങ്ങൾ പകുതി കൊടുത്താൽ മതി. എന്നാ ആ ചായ എടുത്തോണ്ട് വരട്ടെ. ഇവിടെ ഇരി ഇവിടെ ഇരി. ചായ എടുത്തോണ്ട് വരാം. ചായ അമ്മ ഇവിടെ ഇല്ല. അമ്മയുണ്ടല്ലോ. അമ്മ ദേ ചായ കുടിക്കാൻ പോവാ. വാ ഇവിടെ ഇരി ഇവിടെ ഇരി. ജനങ്ങളുടെ ഇല്ല. അനങ്ങിട്ടുണ്ട്. അനങ്ങിയിട്ട് ഇപ്പൊ ഇരിക്കുവാ. അനങ്ങിക്കിട്ട് ഇരിക്കുവാ കേട്ടോ. ഇവിടെ ഇരി ഇവിടെ ഇരി. കൈ കഴിച്ചു. അത് എനിക്ക് തിന്നാനുള്ളതല്ലേ. എന്നാലെന്താ? അന്നാ കൈ കഴുകു. ഈ തേച്ചൊന്നും ഇല്ല. കഴുകിട്ട് വാ. കഴുകിട്ട് വാ. അപ്പോൾ ഇന്ന് വിവാൻ്റെ 19ാം ബർത്ത്ഡേ ആയിരുന്നു. വിവാനുണ്ടായ അന്ന് ഭയങ്കര വിവാന് ഒരാഴ്ച മുഴുവൻ ഒഴിഞ്ഞ മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ചായ കുടി. ചായ കുടിച്ചിട്ടില്ല. വാ. ആയും വേണം. പിന്നെ അതൊക്കെ ചുമ്മാ പറയണതാ. ഒരു സ്പൂൺ എടുത്തോണ്ട് സ്പൂണിനകത്ത് ഇതും കൊണ്ട് തിന്നോ. ഇതും കൊണ്ടേ ഇങ്ങനെ ഇങ്ങനെ തിന്നെ. ഐസ്ക്രീം തിന്നുന്ന പോലെ തിന്നു. അപ്പം നമ്മുടെ വിവാൻ എത്ര വയസ്സായമേ? നമ്മുടെ വിവാൻ എത്ര വയസ്സായി? ഇന്ന് വിവാൻ എത്ര വയസ്സായി? ചായ ഐസ് പോലെ ആയിരിക്കണം. നമ്മുടെ വിവാൻ എത്ര വയസ്സായി? വയസ്സ് എത്രയായിരുന്നു അമ്മയോട് ചോദിക്കുന്നു. എലിക്കുട്ടിയമ്മേ വയസ്സ് എത്രയായിരുന്നു? വിവാന്
ഇവാന് ആ വിശദമായിട്ട് അറിയത്തില്ല. 19 വയസ്സായിരുന്നു. 19. ആ വിവാന് ഇഷ്ടം ടീഷർട്ടുകളായതുകൊണ്ട് വിവാന് ബർത്ത്ഡേക്ക് ഞങ്ങൾ മേടിച്ച ഗിഫ്റ്റാണ് കേട്ടോ. അതാണ് അവൻ ഇട്ടിരിക്കുന്ന ഷർട്ട്. എങ്ങനെയുണ്ട് പാൻറ്റും ഉണ്ട്. ടീഷർട്ട്? ഇതിലൂടെ പാൻറ്റും ഉണ്ട്. പാൻറ്റ് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഇവാൻ ഒന്നിനോടും താല്പര്യമില്ല കേട്ടോ. അതെ. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ മേടിച്ച് ചെയ്തതാണ്. ഇതൊന്നും വേണ്ടെന്ന് ആള് പറഞ്ഞിരിക്കുന്നത്. എന്താണോ ഇന്ന് ഞങ്ങളുടെ കൂടെ ഒന്ന് സഹകരിച്ച് നിന്നു. എന്നാ, അത് തിന്നോ തിന്നോ. എത്ര വയസ്സായി വിവാന്? വിവാൻ എത്ര വയസ്സായി? വിവാൻ എത്ര വയസ്സായി? ഇതങ്ങനെ ചവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ലേ അമ്മയ്ക്ക് ഇഷ്ടം. ചവയ്ക്കാതിരിക്കുന്നതല്ലേ ഇഷ്ടം. പല്ലില്ലാത്തവർക്ക് തിന്നാൻ എളുപ്പമല്ലേ. ആ. ഈ പല്ലുകൊണ്ട് ചവയ്ക്കുമ്പോ വേദനയാന്ന് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. വിവാൻ എത്ര വയസ്സായി? അമ്മ ഒന്നും ഓർക്കണില്ല. വിവാൻ എത്ര വയസ്സായി? വിവാൻ എത്ര വയസ്സായി? മാത്രം വിവാനെ എത്ര വയസ്സായി നിന്ന്? കാര്യം ഇപ്പം എത്ര വയസ്സായെന്നുള്ളത് അത് വിശദമായിട്ട് അറിയില്ല. അന്നത്തെ ദിവസം കണക്കൊക്കെ നോക്കണം. ആ മാമോദിസ കണക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ സ്ഥിരം അവരുമായിട്ട് ഈ വയസ്സിൻ്റെ കൊണ്ട് ഓരോന്ന് മാറി മറിച്ചും ചെയ്ത് കിട്ടില്ലല്ലോ. ഒരു രൂപയൊന്നും അറിയത്തില്ല. ഒരു പ്രായം മുതൽ പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും മുതൽ വയസ്സിൻ്റെ എല്ലാം അറിയാം. ഇതെല്ലാം അന്നാരെ പള്ളിക്കൂട്ടി എല്ലാം കുറിച്ച്. വേലിക്കുട്ടിയമ്മയുടെ വയസ്സറിയത്തില്ലല്ലോ. വേലിക്കുട്ടിയമ്മയുടെ വയസ്സറിയത്തില്ലായിരുന്നു. അത് അറിയാമായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കേക്ക് മുറിച്ചങ്ങ് ആഘോഷിക്കായിരുന്നു. കുട്ടിയമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല ആർക്കും. അതല്ലേ പറ്റിപ്പോയി. കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മക്കളെത്തും. വേറെ മക്കളുണ്ടല്ലോ. 4 മക്കളുണ്ട്. എവിടെ പോയി തപ്പാനാ? അല്ലെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങ് വെച്ചിട്ട് അങ്ങ് ആഘോഷിക്കണം. കഴിക്കേ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ആ അത് മയമല്ലേ ഇറങ്ങി പൊക്കോളി. അതെ ചുമ്മാ ഇറങ്ങി പൊക്കോളും. മഴയുള്ള സാധനമല്ലേ. ഒന്നും ആയില്ല. മഴയുള്ളതിനൊക്കെ തന്നെ അസുഖം വരാനിരിക്കുന്നു. മഴ ഇല്ലാത്തതിനൊക്കെ അസുഖം വരുന്നത്. ഐസ്ക്രീം ആണോ അമ്മേ? ഐസ്ക്രീം ആണോ? വേണ്ട, ഐസ്ക്രീം ആണോ അത്? അല്ലേ? വേണ്ട. വെളുപ്പിനെ നല്ല പ്രാർത്ഥനയായിരുന്നു അല്ലേ? ഏറ്റ് കിടന്ന് വീട്ടിൽ പോണെന്ന് പറഞ്ഞാൽ എന്നെ ബഹളായിരുന്നു. ആണോ? വെളുപ്പിനെ ഏറ്റ് കിടന്ന് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. വീട്ടിൽ പോണം. വീട്ടിൽ കൊണ്ട് വിടട്ടെ എലിക്കുട്ടിയമ്മേനെ. എലിക്കുട്ടിയമ്മേനെ വീട്ടിൽ കൊണ്ടുവിട്ടെ. ആ ജോമോൻ കൊണ്ട് വിടണോ? പോകുന്നുണ്ടോ? അത്യാവശ്യം അല്ല എലിക്കുട്ടിയമ്മയ്ക്കല്ലേ പോകണ്ടേ? എലിക്കുട്ടിയമ്മയ്ക്കല്ലേ വീട്ടിൽ പോകേണ്ടത്? ആ കണ്ടല്ലോ പറയുന്ന കേട്ടോ. എന്റെ വീട്ടിലോട്ടുണ്ട്. ആ അല്ലാതെ എല്ലാവരും വീട്ടിൽ കൊണ്ട് വിടേണ്ട കാര്യമുണ്ടോ? വീട്ടിൽ പോണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് വിടട്ടെ എന്ന്. വീട്ടിൽ കൊണ്ട് വിട്ടേക്കട്ടെ. വേണ്ട. പിന്നെ നാളെ നാളെ അടുത്ത കേക്ക് മുറിച്ചിട്ട് പോവാം. നാളെ ബർത്ത്ഡേ കേക്ക് ഇന്ന് വേണ്ടെന്ന്. അടുത്ത ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ട് പോവാ അല്ലേ? ആ കൊച്ചു തിന്ന് കൊണ്ടാ വെച്ച്. ആ തിന്ന് പിന്നെ അത് കൂടുതലാ. അതെ എലിക്കുട്ടിയമ്മ തന്നെ അമ്മയ്ക്കുള്ളത്. ചായ ചൂട് കൂടുതലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തണുപ്പിച്ച് വെച്ചതാ. അതേ പറഞ്ഞ ഐസ് പോലെയാ. കേട്ടാ പറയണേ. ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്? തണുപ്പിച്ചാ പറയും ഐസ് പോലെയായിരുന്നു. ചൂടാണെങ്കിൽ പറയും വാ പൊള്ളുവാന്ന്. എന്താ എലിക്കുട്ടിയമ്മേ? ചൂടൊന്നും കുഴപ്പമില്ല. ഇത് ചെറു ചൂടുണ്ടത്. ഇത് നമുക്കൊന്നും കുടിച്ചേക്കാം. അല്ല ഇത് കുടിച്ച് തീർത്തിട്ട് പോ. ചായ കുടിച്ചില്ല. ചായ കുടിച്ച് തീർത്തിട്ട് പോ. എനിക്ക് വേണ്ട അത് കുടിക്കണം. മതിന്ന് പോരാ. ഞങ്ങളൊക്കെ പോവുക കേട്ടോ. ഞങ്ങള് വീട്ടിൽ പോവുക. ഈ എലിക്കുട്ടിയമ്മ ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോയേക്കാം. വീട്ടിലോട്ട്. വീട്ടിൽ പോണ്ടേ? ചുമ്മാ പോയേക്കാം. വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ എലിക്കുട്ടിയമ്മേ. പിന്നെ ആണോ? എന്നോട് അങ്ങനെ ചോദിക്കായിരുന്നു. ഞാൻ പണ്ട് വീട്ടിൽ പോവാന്ന് പറയുമ്പോ അവിടെ എന്നാ വിശേഷം? എന്റെ വീടാ ഇവിടെ അടുത്താ. ആ പൊക്കോട്ടെ.
എന്നാലും എനിക്കിതൊന്നും അറിയില്ല. ഞാൻ വ്യക്തമായിട്ട് പോകും. ആ പിന്നത്തെ കാര്യമൊന്നും ആ എനിക്ക് എനിക്ക് നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരം വിളിക്കുമ്പോ വീട്ടിൽ പോകും. ഇന്നത്തെ കാര്യമൊന്നും എനിക്കറിയണ്ടത്. കേട്ടല്ലോ? എല്ലാം കണ്ടും കേട്ടും ഇരിക്കാൻ നേരമില്ല. എല്ലായിടത്തും പോയി ഇരിക്കുക കിടക്കുകയൊക്കെ ചെയ്യും. നിങ്ങളൊക്കെ നിങ്ങളുടെ വല്ല ഇഷ്ടത്തിനൊക്കെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വല്ലയിടത്തും കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യണം. എനിക്ക് വീട്ടിലെ പണിയൊന്നും ചെയ്യാൻ പറ്റിയല്ല. അതാണ് എല്ലാത്തിലേക്ക് ഭക്ഷണം കഴിക്കണം. ആ ലഘു ഭക്ഷണം. അത് കഴിക്ക്, ലഘുഭക്ഷണം കഴിക്ക്. ആ ചായ കുടിച്ചേ ആദ്യം. ഇത് ഞാനായിട്ട് പോവാം. ആ ചായ കുടിക്കുക ആദ്യം. ഞാൻ കിടക്കാൻ പോവാം. ഇത് വേണ്ട, ഒന്നും വേണ്ട. ഇത് അതേപ്പറ്റായിപ്പോയി വേറെ അസുഖമായിപ്പോയി പിന്നെ ചെയ്യും. ഓ ഞങ്ങൾ ചെയ്യും. നോക്കി ഇരുന്നേച്ചാ മതി. ഞാൻ പോവാം. ചായ കുടിക്ക്. കിടക്കാൻ പോവാം. അതെ ചായ എടുത്ത് കുടി. ചായ കുടിച്ചിട്ട് പോയാൽ എടുത്ത് കുടി. ആ പഴം തന്നെ കേക്കൊന്നും കഴിക്കും. ഞാൻ ചൂടൊന്നുമില്ല. തക്കം കിട്ടുന്ന അനുസരിച്ച് തക്കം കിട്ടുന്ന അനുസരിച്ച് പറയുന്ന എലിക്കുട്ടിയമ്മ. ഇതുകൂടെ കഴിക്ക്. കഴിക്കും. വിവാന്റെ ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേ കേക്കല്ലേ, കഴിക്ക്. എനിക്ക് വേണ്ട. അയ്യോ അത് കഴിക്കണം. വിവാന്റെ ആവശ്യമില്ലാത്തൊക്കെ ഒത്തിരി കഴിച്ചാൽ ആവശ്യമില്ലാത്ത അവന് സങ്കടം വരികയല്ലേ. അവനെ സങ്കടം വരും. അവനോട് ചോദിച്ചാൽ അവന് സങ്കടം വരികയില്ലേ ചോദിച്ചു കഴിച്ചില്ലെങ്കിൽ. ആരും വിവാന് അവര് കൊടുത്തു. അവൻ കഴിച്ചു. അവൻ ബംന്ന് വെച്ചിട്ട് കഴിച്ചിട്ട് പോയി. എലിക്കുട്ടിയമ്മക്ക് മതിയായി. അതാണ് അത് ചായ കുടിച്ചു തീർക്ക്. കേക്ക് തിന്നണ്ട. ഇത് നമുക്ക് ഇവിടുത്തെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഇതൊന്നും വേണ്ട. ഇത് 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 ചായ കുടിക്കും. ഈ ചായ കുടിച്ചു വെള്ളം കുടി, വെള്ളം കുടി, കിടക്കാൻ പോവാം. ആ അത്രയും കഴി വെക്കാനുള്ള വേഗം കുടിക്കും. വെള്ളം കുടി. കുടിക്കണ ഇന്നിപ്പോ എന്തോ ഒരു അല്ലേ ചായ തികഞ്ഞില്ലെന്ന് പറയും ചില ദിവസം. ഒരു കോളം കൂടിയേ ഉള്ളൂ. കുടിച്ചോ. ഇതൊന്നും വേണ്ട. ഓ ആ മധുരം എന്താണ്ടായിരിക്കും ചിലപ്പോഴും. മടുപ്പായി കാണും. കേക്കിന്റെ മധുരത്തിന് മക്ക കൂടുതലല്ലേ. കേക്ക് തിന്നുന്നുണ്ടോ? കേക്ക് വേണ്ട. നല്ല മധുരമുള്ളതല്ലേ മയം. വേണ്ട വേണ്ട. ആ എന്നാ തിന്നണ്ട. ഒന്നും വേണ്ട. എന്നാ വായും കൈയൊക്കെ കഴിയിക്കോ. നീ കിടക്കണം. നീ കിടക്കാൻ പോവാം. ആയിക്കോട്ടെ. വിവാൻ കേക്കിന്റെ പീസ് കൊണ്ട് പശുക്കിനും അതിനൊക്കെ കൊടുക്കുവാണേ. അവൻ ഇഷ്ടപ്പെട്ട ടീമുകൾക്ക് കൊണ്ട് കൊടുക്കുന്നു കേട്ടോ. അവനെ കേക്കിന്റെ പീസ് കൊണ്ടേ ആരാ? അവന് ഇഷ്ടപ്പെട്ട 2-3 പേരുണ്ട് ഇവിടെ. വിവാനെ കൂടുതൽ ഇഷ്ടപ്പെട്ട 2-3 പേരുണ്ട്. വിവാനെ ബർത്ത്ഡേയുടെ കേക്കേ മുറിച്ചത് കൊണ്ട് അവന് ഇഷ്ടപ്പെട്ട 2-3 പേരുണ്ട്. പൊന്നിപ്പശു, പൊന്നിക്കിടാവ്, മറ്റേ നമ്മള് പിങ്കു, പിന്നെ പിങ്കുവിൻ്റെ അമ്മ. ആ അവർക്കൊക്കെ കൊണ്ട് കൊടുക്കും. കേക്ക് കൊടുക്കുന്നു. എന്നോട് കേക്ക് മേടിച്ചപ്പോഴേ പറഞ്ഞു അവർക്ക് ഞാൻ കൊടുക്കുന്നു. പൊന്നൂര് കൊടുക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പിങ്കുവിനും അവർക്ക് അമ്മയ്ക്കും കൂടെ കൊടുത്തേക്കാൻ പറഞ്ഞു. അവൻ തന്നെയുള്ളോ? ആ അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ അവൻ കൊടുക്കും. അവരവരെയൊക്കെ ഇഷ്ടമാണ്. കൂടെ കിടക്കാൻ പറയാൻ വരാം. അത് ഞാൻ ഇന്നാളെ അവനോട് പറഞ്ഞായിരുന്നു. നിന്റെ കൂടെ കൊണ്ട് കിടത്താൻ പറഞ്ഞായിരുന്നു. അപ്പൊ പറഞ്ഞു അത് സമ്മതല്ല. അത് അപ്പിയിട്ടൊക്കെ മൂത്രം ഒഴിച്ചൊക്കെ അവന്റെ ദേഹത്തോട്ട് വെക്കിയല്ലേ. ആ ഇപ്പൊ ശരിയാവോ? ആടിന്റെയും പശുവിനെ കാര്യമാണ് പറഞ്ഞേ. ആടിന്റെയും പശുവിനെയും കാര്യമാന്നാ പറഞ്ഞേ. ആടിന്റെയും പശുവിന്റെയും അവിടെ നിൽക്കുന്ന അവന് ഏറ്റവും അവന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ആ അവൻ കേക്ക് കൊടുത്ത കാര്യം പറയില്ലേ ഇതേ. ആ കേക്ക് കൊടുത്ത കാര്യം പറഞ്ഞതാ അമ്മേ. അപ്പോൾ ഇതൊക്കെയാണ് വിവാന്റെ കാര്യങ്ങൾ. വിവാൻ അവരെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളാണ്. ഭയങ്കര കാര്യം വിവാനോട് അവർക്കും കേട്ടോ. അതുകൊണ്ട് അവൻ കേക്ക് കൊണ്ട് കൊടുത്ത്. അമ്മയ്ക്ക് ഇപ്പൊ ഞാൻ എവിടെയാ കിടക്കണേന്ന് അറിയണം. ഞാനല്ല, ഏലിക്കുട്ടിയമ്മ എവിടെയാ കിടക്കണ്ടേന്ന് എന്നോട് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ കിടക്കണ സ്ഥലം അമ്മയ്ക്ക് അറിയത്തില്ലേന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് കിടക്കുകയും ചെയ്യണം. അതുപോലെ എനിക്കൊരു കൂട്ടും വേണമെന്നും. എങ്ങനെയുണ്ട്? കൂട്ട് വേണോ? കൂട്ട് എന്തിനാ? കൂട്ടുണ്ടെങ്കിൽ കൊള്ളാന്നോ? ഇത് അകലെ നമ്മൾ സ്ഥിരം നടക്കാൻ കിടക്കാത്തൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ വിഷമം. ഇത് സ്ഥിരം കിടക്കണതാ. സ്ഥിരമേ കിടക്കുന്ന സ്ഥലവാ. അതെ. ആ അപ്പൊ കൂട്ട് വേണോ? കൂട്ടൊക്കെ വേണം. ഉണ്ടെങ്കിൽ കൊള്ളാം. എന്നാ ഇതിനെ കൂട്ട് തന്നേക്കാം. ആർക്കാ? അമ്മയ്ക്ക്. എനിക്കെന്താ? പിന്നെ അമ്മയല്ലേ പറഞ്ഞ അമ്മയ്ക്ക് കൂട്ട് വേണം. നിങ്ങൾക്കൊക്കെ മതി. കണ്ടോ ആദ്യ പ്രതിയായി. കണ്ട കൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ജോമോനെ കൂട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞ് പറയാം. നിങ്ങൾക്കൊക്കെ എടുത്തോളാം. കണ്ടോ അപ്പൊ കൂട്ട് വേണ്ടേ?
കൂട്ട് വേണ്ടേ? കൂട്ട് വേണ്ടേ? കൂട്ടോ ആ എന്നാ കൂട്ടും. കണ്ടോ എങ്ങനെയുണ്ട്? അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.